ഹലോ, ഇന്ന് ഉച്ചയ്ക്കായപ്പോൾ സിറ്റിയിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ബസ്സിലാട്ടോ പോയത്. ബസ് ഇറങ്ങി അവിടെ തന്നെ റോഡിൽ ഇതേപോലെ ഭംഗിയുള്ള കമ്മലും മാലയൊക്കെ 100, 180 ആ ഒരു റേഞ്ചിൽ ഒരു ചേട്ടൻ കൊണ്ടിട്ടുണ്ടായിരുന്നു. വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന ലോട്ടസ് മാലയൊക്കെ അവിടെ 150 ആ ഒരു റേഞ്ചാട്ടോ വരുന്നത്. റേറ്റ് കുറവും കളക്ഷനും ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് പഴവങ്ങാടിയുടെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരു ചേച്ചി ഫുള്ള് റോസാ ചെടി കൊണ്ട് ചെയ്യുന്നു. റോസാ ചെടി മാത്രമല്ല കേട്ടോ, വേറെ ഏതൊക്കെയോ ചെടിയും ഉണ്ട്. എനിക്ക് റോസാ ചെടി മാത്രമേ അറിയാം. പിന്നെ ഒരു ഓർക്കിഡ് ഉണ്ട് കേട്ടോ. ഈ ഓർക്കിഡിൻ്റെ വില ചോദിക്കാനാണ് ഞാൻ അവിടെ പോയത്. ഓർക്കിഡിൻ്റെ വില കേട്ടതും ഞാൻ അവിടെ നോടി നേരെ ചെന്നത് രാമചന്ദ്രനിലോട്ടാട്ടോ. അവിടുത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എവിടെ തിരിഞ്ഞാലും മാല വള കമ്മൽ ഇത് തന്നെ. ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ വരാറുള്ളൂ. ഇവിടുത്തെ വളകളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. ഒരു പ്രശ്നവും പറ്റാറുമില്ല. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമ്മുടെ പൂക്കി ഹെയർ ക്ലിപ്പില്ലേ, ഇത് വന്നിട്ടുണ്ട് കേട്ടോ. 25 രൂപയാണ് വലുതിന്, ചെറുതിന് 15 20 രൂപയാണ്. പിന്നെ നിങ്ങൾ ഈ കമ്മൽ കണ്ടായിരുന്നോ? ഞാനിങ്ങനത്തെ ഇടാറില്ല, എന്നാലും ഒരു രസം കാണാനായിട്ട്. താഴത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുകളിലോട്ട് വിട്ടു. മുകളിലത്തെ നിലയിലാട്ടോ ക്യൂട്ട് ഐറ്റംസ് ഉള്ളത്. ഞാൻ രാമചന്ദ്രി വന്ന ഓടി കയറി ഫസ്റ്റ് ഫ്ലോറിലാട്ടോ പോകുന്നത്, കാരണം എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഇവിടെയാണ്. ഇത് കണ്ടോ മോമറ്റൂബി? ഏതെങ്കിലും മോമറ്റൂബി ഉണ്ടെങ്കിൽ ഓടി വന്ന് മേടിച്ചോട്ടോ, അടിപൊളിയാണ് കാണാനായിട്ട്. ഈ നിൽക്കുന്നവളില്ലേ പൊട്ടപ്പൊക്കെ ചെയ്തിട്ട്, അതാട്ടോ എൻ്റെ അനിയത്തി. 1 ടൈം യൂസിന് പറ്റിയ ലെൻസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ എപ്പോഴും രാമചന്ദ്രനിൽ വരുന്നത്. ഭയങ്കര കളക്ഷനാണ് കീ ചെയിൻ ഇവിടെ. പിന്നെ ക്യൂട്ടായിട്ടുള്ള മോതിരങ്ങളുണ്ട് കേട്ടോ ഇവിടെ. 45 ആ ഒരു റേഞ്ചൊക്കെ വരുന്നത്. ഈ സാധനം ഞാൻ വാങ്ങിച്ചു കേട്ടോ. 35 രൂപ ഉണ്ടായിരുന്നുള്ളൂ. കളർ എന്തായാലും പോകും എന്നറിയാം, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ മേടിച്ചതാണ്. പിന്നെ 2 നോസ് സ്ട്രിപ്പ് എടുത്തായിരുന്നു കേട്ടോ. എനിക്കെപ്പോഴും മൂക്കിൻ്റെ പ്രശ്നം, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഒന്ന് നോസ് സ്ട്രിപ്സ് എടുക്കും. നിങ്ങൾ അറിഞ്ഞോ, രാമചന്ദ്രനിലെ ലബൂബ് വന്നു കേട്ടോ. ഞാനിത് കണ്ടില്ലായിരുന്നു. എൻ്റെ അനിയത്തി എന്നെ വിളിച്ച് കാണിച്ചു തന്നത്. ഞാൻ ആദ്യമായിട്ടോ ഇതിനെ നേരിട്ട് കാണണം. എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട. ഇതിനെ കണ്ട ഒരു വർക്കത്തില്ല. നേരിട്ട് കാണാനും തൊടാനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ബ്ലംബ്ലം എന്നൊക്കെ കേട്ടോ ഇരിക്കുന്നത്. എൻ്റെ മനസ്സ് വാങ്ങാം മീനാക്ഷി, വാങ്ങോട്ട്. ഇനി ഇങ്ങനത്തെ അവസരം കിട്ടൂല. പക്ഷെ ഞാൻ മേടിച്ചില്ല കേട്ടോ. ഇനി എപ്പോഴേലും ആഗ്രഹം തോന്നണമെങ്കിൽ മേടിക്കാമല്ലോ. ഈ ലബൂബുവിനെ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. അതിനെ എടുത്ത് ഞാൻ 360 ഡിഗ്രി ആ കഴുത്തിൻ്റെ താഴോട്ട് അങ്ങ് തിരിച്ചു നോക്കി. നന്നായിട്ട് തിരിഞ്ഞും മറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. സംഭവം സൂപ്പറാണ്. ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ മേടിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. ഗേൾ ഫ്രണ്ട്സോ സിസ്റ്ററോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കാമല്ലോ. അണ്ടർ 400 ആട്ടോ റേറ്റ് വരുന്നത്. കുഴപ്പമില്ല, നല്ല ഭംഗിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ബില്ലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയ കേട്ടോ. ഞങ്ങൾ പത്മനാഭൻ്റെ റോഡിൽ കൂടെ ആട്ടോ തിരിച്ചിങ്ങ് വന്നത്. അവിടെ നിന്ന് നേരെ വളക്കടയിലോട്ടാട്ടോ പോയത്. അനിയത്തേക്ക് ഓണാഘോഷത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥിരം ഈസ്റ്റ് റോഡ് ഉണ്ടല്ലോ, അവിടെയാട്ടോ പോയത്. പക്ഷെ അവിടെ മുടിഞ്ഞ തിരക്ക്, അവിടെ നോക്കിയിട്ട് കിട്ടുകയും ചെയ്തില്ല. അവസാനം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ ഗണപതിയുടെ ഒരു വിഗ്രഹം കണ്ട്. അപ്പം ശരി.